ഇന്നത്തെ നമ്മളെ ടോപ്പിക്ക് സൂപ്പർ താരമായിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ചിട്ടാണ്. നമുക്കതിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക് ടു SSV ടെക് വ്ലോഗ് ചാനൽ. നേഷൻസ് ലീഗ് നേടിയ പോർച്ചുഗൽ ടീമിന് റോണോയുടെ വക ലക്ഷങ്ങൾ വിലമതിക്കുന്ന വാച്ച് സമ്മാനം. ആഘോഷങ്ങൾക്കിടയിലും റൊണാൾഡോ തൻ്റെ പ്രിയപ്പെട്ട സഹതാരം ഡിയാഗോ ജോട്ടയെ മറന്നിട്ടില്ല. ജോട്ടയുടെ പേരും ജേഴ്സി നമ്പറും കൊത്തിയ പ്രത്യേക വാച്ച് റൊണാൾഡോ പ്രത്യേകം തയ്യാറാക്കിയിരുന്നു. ഇത് അദ്ദേഹം ജോട്ടയുടെ കുടുംബത്തിന് കൈമാറിയതാണ് റിപ്പോർട്ട്. ഇന്നത്തെ വീഡിയോ സ്പെഷ്യലി ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാൻസിന് ഡെലിഗേറ്റ് ചെയ്തിട്ടുള്ളതാണ്, ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. പോർച്ചുഗലിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് പോർച്ചുഗലിൽ റൊണാൾഡോയെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിന് നമുക്ക് എല്ലാവർക്കും അറിയാം, റൊണാൾഡോ ആരാധകർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. അവർ എന്താ പറയുക, ആ വേൾഡ് കപ്പ് സമയത്ത് കരഞ്ഞ, ഒരു വിഷമിച്ച, കണ്ണുനീര് വന്ന ഒരു മൊമെൻ്റാണത്. നമുക്കെല്ലാവർക്കും അറിയാം. ഇനി അറിയാത്തവരിലേക്കായിട്ട് ഞാനത് അറിയിക്കണം. കഴിഞ്ഞ വേൾഡ് കപ്പിന് റൊണാൾഡോയെ ഒറ്റപ്പെടുത്തുന്ന ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പാസ് കൊടുക്കുന്നില്ല, അദ്ദേഹത്തിന് ആ ടീമിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എന്താ പറയുക, എന്നിട്ട് ബോൾ കിട്ടാത്തതുകൊണ്ട് റൊണാൾഡോ സ്വയം പോയി ഡിഫൻസിൻ്റെ അടുത്തേക്ക് അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് എടുത്ത് കണ്ടൊക്കെയായിരുന്നു അദ്ദേഹം ഓരോ ഷോട്ടൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് എന്താ പറയുക, സ്വന്തം രാജ്യത്തെ ടീമംഗങ്ങൾ വരെ തന്നോട് ഇങ്ങനെ ചെയ്യുമ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് നടന്നിട്ടുണ്ടായിരുന്ന എല്ലാ കഷ്ടപ്പാടുകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്ന ഒരു താരം കൂടിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറഞ്ഞാൽ. ഞാനിത് എടുത്തു പറയാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഫാൻസോ അങ്ങനെയൊന്നുമല്ല. ഞാൻ ഒരു എന്താ പറയുക, ഡൈഹാർട്ട് ലയണൽ മെസ്സി ആരാധകനാണ്. പക്ഷേ കഴിഞ്ഞ വേൾഡ് കപ്പിന് നമ്മൾ അർജൻറ്റീന കപ്പെടുത്തു, ആ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു, മെസ്സി കപ്പെടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ പോർച്ചുഗലിൻ്റെ കളിയും കൂടി ഞാൻ കണ്ടിട്ട്, ഞാൻ എല്ലാ കളി വേൾഡ് കപ്പിന് എല്ലാതും ഇരുന്ന് കാണും, ഏത് ടീമായാലും എല്ലാ കളി എടുത്തുന്നു. പക്ഷേ ഞാനൊരു ലയണൽ മെസ്സി ഫാനായത് കൊണ്ട് തന്നെ എന്താ പറയുക, ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ കളി കാണുമ്പോൾ എനിക്ക് വല്ല ആവേശമൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ആളല്ലല്ലോ. മേ ബി എനിക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇഷ്ടമല്ല എന്നല്ല ഞാൻ പറയുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് ലയണൽ മെസ്സിയാണ്. പക്ഷേ നമ്മളപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ മത്സരം, അതായത് പോർച്ചുഗലിൻ്റെ മത്സരം നമ്മളങ്ങനെ വല്ല ഹൈപ്പായിട്ട് അങ്ങനെ കാണൂലല്ലോ. പക്ഷെ ഞാൻ അന്ന് ആ കളി കണ്ട സമയത്ത് എനിക്ക് വളരെയധികം സങ്കടം തോന്നി. കാരണം അദ്ദേഹത്തെ ഒന്ന് മാറ്റി നിർത്താം, അദ്ദേഹത്തെ എന്താ പറയുക, അദ്ദേഹത്തെ ഒരു എന്താ പറയുക, അവോയ്ഡ് ചെയ്യുന്നൊരു കളി കണ്ടവർക്ക് മനസ്സിലാവും, അത്രക്കും ഉള്ളൊരിതാണ്. അത് ഞാൻ ഇവിടെ പറയാനുള്ള കാരണം, അദ്ദേഹത്തിന് അങ്ങനെ ആക്കി എന്നൊക്കെ ഞാൻ ഇവിടെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ ചെയ്തിട്ടും എന്താ പറയുക, അദ്ദേഹം ചെയ്തത് നിങ്ങൾ കണ്ടോ? അവരോട് റിവെഞ്ച് എടുക്കാനോ അവരെ എന്താ പറയുക ഒന്നും ആക്കാനോ ഒന്നുമല്ല അവർ ചെയ്തത്. നേഷൻസ് ലീഗ് നേടിയ ആ ടീമിന് തൻ്റെ രാജ്യം ഒരു അച്ചീവ്മെൻറ്റ് ചെയ്തപ്പോൾ ആ രാജ്യത്തെ ആളുകൾക്ക്, ആ രാജ്യത്തെ പ്ലേയേഴ്സിന് അദ്ദേഹം ഒരു വാച്ച് നൽകുകയാണ്. ഒരു ലക്ഷങ്ങൾ വിലമതിക്കുന്ന വാച്ച് നൽകുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് അത്രക്കും നിഷ്കളങ്കമാണ് എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഇതായിരുന്നത്തെ വീഡിയോ. ഇത് കേൾക്കുമ്പോൾ, എൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാധകർക്ക് വളരെയധികം സന്തോഷം നൽകുന്നതാണ്. എല്ലാ ഫുട്ബോൾ ആരാധകർക്കും വളരെയധികം സന്തോഷം നൽകുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു പാഠം എന്ന് പറയുന്നത്, നമ്മളെത്ര വെറുപ്പിച്ചാലും, നമ്മളെത്ര കളിയാക്കിയാലും, നീ എന്തൊക്കെ കാട്ടിയാലും നമ്മൾ എന്താ ചെയ്യുക, രണ്ട് വഴിയുണ്ട്. ഒന്ന് റിവെഞ്ച് എടുത്ത് പോവുക, രണ്ടാമത്തെ വഴിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ നമുക്ക് വേണ്ടി കാണിച്ചു തന്നിട്ടുള്ളത്. അവരെ മുന്നിൽ പോയി അവരെ നല്ലതിന് വേണ്ടി ചെയ്താൽ എന്താ പറയുക, അവരെ മനസ്സിൽ തന്നെ തോന്നും, ഞാൻ അന്ന് ചെയ്തത് തെറ്റായിരുന്നു. അങ്ങനെ ചെയ്യുന്നതിൽ കൂടി അവരാണ് അവിടെ തോറ്റു പോകുന്നതെന്നും കൂടി ഞാൻ ഇതിൽ കൂടി വ്യക്തമാക്കണം. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലത്തെ ഫുട്ബോൾ റിലേറ്റഡ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.